പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സോറി, ഇന്നലെ മെസ്സേജ് ഇടുവാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് രാവിലെ ഇടപെട്ട ഒരു വചനമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വചനം. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം അതെത്ര ക്ഷണികമല്ലേ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ജീവിച്ചിരിക്കുന്നത് എനിക്ക് ക്രിസ്തുവാ. ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുക. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തത്തക്കവണ്ണം ഞാൻ ജീവിക്കുക. അല്ല, എൻ്റെ ജീവിതം കഴിയുകയാണെങ്കിൽ, എന്നെ കർത്താവ് തിരികെ വിളിക്കുകയാണെങ്കിൽ അതിലും ഞാൻ ഖേദിക്കുന്നില്ല. പകരം അതെനിക്ക് ലാഭമാ. എൻ്റെ പ്രാണപ്രിയനുമായി ഞാൻ ചേരുകയാണ്. ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ജീവിതം, അത് കർത്താവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ നാം ഒരു കാരണമായി തീരണം. നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം അവിടുന്ന് നമ്മളെ ഏൽപ്പിച്ച ആ ദൗത്യങ്ങൾ വളരെ വിശ്വസ്തയോടെ ഭംഗിയായി ചെയ്യുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. തമ്മിൽ മത്സരിച്ചോ, കുറ്റം പറഞ്ഞോ, ഭോഷ്ക് പറഞ്ഞോ ഒക്കെ സമയം കളയാതെ കർത്താവ് തരുന്ന ഓരോ നിമിഷവും യേശുവിൻ്റെ സ്നേഹം എനിക്ക് എങ്ങനെ ഒരാൾക്കും കൂടി പകർന്നു കൊടുക്കാം, യേശുവിലേക്ക് ഒരു വ്യക്തിയും കൂടെ എങ്ങനെ എനിക്ക് ആകർഷിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ നമുക്ക് ജീവിക്കാം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ നാം ഈ ഭൂമിയിലായിരുന്ന ഓരോ നിമിഷത്തിൻ്റെയും കണക്ക് പറയേണ്ടതുണ്ട്. ആ കണക്ക് പറയുന്ന ദിവസം നമ്മളുടെ കൈകാലുകൾ ബലപ്പെട്ടിരിക്കണം. കർത്താവ് നമുക്ക് നൽകിയ സമയത്തിൽ നാം വിശ്വസ്തരായിരുന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മളുടെ കൂടെ അനേകായിരം ആത്മാക്കളും കർത്താവിനോടൊത്ത് നിത്യതയിൽ ആരാധിക്കത്തക്കവണ്ണം നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ഫലപ്രദമാക്കാം. അതിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിനോട് ഈ വചനം ഇടപെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിച്ചാലും മരിച്ചാലും ദൈവനാമം നമ്മളിലൂടെ മഹത്വം എടുക്കണം. അതിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം സഹായിക്കട്ടെ. കർത്താവ് തന്നിരിക്കുന്ന നിങ്ങളുടെ ആയുസ്സിൽ അനേകായിരം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, നിങ്ങൾ ഒരു 5-ാമത്തെ സുവിശേഷമായിരിക്കുവാൻ, നിങ്ങളിൽ യേശുവിനെ മറ്റുള്ളവർ കാണുവാൻ, വായിക്കുവാൻ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടി വചനത്തിന് സ്തോത്രം. അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം, ആയുസ്, അത് വളരെ ഫലപ്രദമാക്കുവാൻ, ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ ഹോളി സ്പിരിറ്റ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളിൽ മറ്റുള്ളവർ യേശുവിനെ കാണട്ടെ. ഞങ്ങൾ മൂലം അനേകർ നിത്യതയ്ക്കായി ഒരുങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും നഷ്ടമായി പോകാതെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങേൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.